കേരളത്തിലെ ഒരു വലിയൊരു സാംസ്കാരിക പ്രസിദ്ധീകരണമാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. ശാസ്ത്രലേഖനം, ചരിത്രം, പുരോഗമന സ്വഭാവമുള്ള ലേഖനങ്ങൾ, ശാസ്ത്രയുക്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന ലേഖനങ്ങൾ ഒക്കെ തന്നെ ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലായി വന്നതുകൊണ്ട് പുതിയ പുതിയ അറിവുകളും അവർ പറയുന്നത് പോലെ ആഴത്തിലുള്ള വായന ആഴ്ചതോറും എന്ന അതേ ലെവലിൽ തന്നെ പോകുന്ന ഒരു പ്രസിദ്ധീകരണമാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. അതുകൊണ്ട് തന്നെ ഞാനത് എല്ലാ ആഴ്ചയും മുടങ്ങാതെ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ലക്കത്തിൽ, അതായത് ജൂൺ 16 ഇതുവരെ കാണാത്ത ഒരു കാഴ്ച കണ്ടു. അത് ഒരു അന്ധവിശ്വാസ പ്രചരണത്തിൻ്റെ പരസ്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 27 മഹാ അത്ഭുത ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജ്യോതിഷിയുടെ ക്ഷേത്രത്തിൻ്റെ പരസ്യമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. വളരെ ലജ്ജാകരമായിട്ടുള്ളൊരു സമീപനമായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ മാനേജ്മെൻറ്റ് നാളിതുവരെയുള്ള അവരുടെ ആ സാംസ്കാരിക പാരമ്പര്യത്തെ അവർ തന്നെ ഇടിച്ചു താഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഡോക്ടർ KV സുഭാഷ് ചന്ദ്രി എന്ന് പറയുന്ന കല്ലൂർക്കാടിലുള്ള ഒരു ജ്യോതിഷൻ നടത്തുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പരസ്യങ്ങളാണ്. തന്ത്രി പറയുന്ന ഒരു അവകാശവാദം ഒന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണ് ആദ്യമായിട്ട് ഒരു ചരട് ജപിച്ച് വാങ്ങാം. ആ ചരടിലൂടെ 27 ദിവസം മുന്നോട്ട് പോകാം. അതിനുശേഷം ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കാം. ആ ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ 1.5 വർഷം വരെ ഏലസിലൂടെ പോകാം. അപ്പോൾ ഏലസിന് 5000 രൂപയാണ്. പിന്നെ എല്ലാ മാസം 1400 രൂപയുടെ വഴിപാട് ചെയ്യണം. ഇപ്പോൾ ചിലർ എഴുതി ഇത്രയും പൈസ ഇല്ല, പൈസ തന്നെ വന്നോളും. നമ്മൾ ആദ്യം 100 രൂപ മുടക്കുന്നുള്ളൂ. ചരടിൽ നിന്ന് തുടങ്ങുന്നു, അതിനുശേഷം ഏലസ് വാങ്ങുന്നു, പിന്നെ വഴിപാട് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ 1.5 വർഷത്തിനുള്ളിൽ ആവാഹന പൂജയ്ക്ക് എത്താം. അതിന് 56,000 രൂപയാണ്. പക്ഷേ 56,000 എന്ന് പറഞ്ഞ് പേടിക്കണ്ട. കാരണം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഇല്ലാത്ത പൈസ ഒരു ചരട് കെട്ടിയിട്ട് പിന്നീട് ഉണ്ടാക്കുന്നതാണ്. അയാൾ ഒരു ചരട് വഴി അയാൾ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സമൂഹത്തിൽ അന്ധവിശ്വാസം പതച്ചാണ് ഇയാൾ ഈ പൈസയെല്ലാം ഉണ്ടാക്കുന്നത്. ഈ പൈസയാണ് നിങ്ങൾ മാതൃഭൂമിക്കാർ വാങ്ങിക്കണം. ഇതിന്റെ ഓഹരിയാണ് വാങ്ങിക്കുന്നത് എന്ന് ഓർക്കണം. അതല്ലെങ്കിൽ നേരായ മാർഗങ്ങളിൽ കൂടിയുള്ള ബിസിനസ് നടത്തി കിട്ടുന്ന പൈസയല്ല. അത് വളരെ നഗ്നമായിട്ടുള്ള ചൂഷണമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇവരെയൊക്കെ പറയുന്നത്, അതായത് അന്ധന്റെ വിഷച്ചട്ടികളിൽ നിന്ന് വിഷ മോഷ്ടിക്കുന്നതിനേക്കാൾ നികൃഷ്ടനാണ് ഇത്തരം ഈ തന്ത്രിമാർ. ഇതൊരു വലിയൊരു തട്ടിപ്പാണെന്നുള്ള കാര്യം സാമാന്യ ബോധമുള്ള മലയാളികൾക്കറിയാം. പക്ഷേ ഈ സാംസ്കാരിക പ്രസിദ്ധീകരണത്തിൻ്റെ വായനക്കാർ സാംസ്കാരിക ബോധമുള്ളവരാണ്. അവരിലേക്ക് ഇത്തരം അന്ധവിശ്വാസങ്ങളായിട്ടുള്ള പരസ്യങ്ങൾ പൈസ കിട്ടുന്നതിന് വേണ്ടി മാത്രം അടിച്ചേൽപ്പിക്കുമ്പോൾ എന്ത് സാംസ്കാരിക ഉത്തരവാദിത്തമാണ് ഇവർക്കുള്ളത്? ഉയർത്തിപ്പിടിച്ച എല്ലാ മൂല്യങ്ങളെയും നിരാകരിക്കുന്ന വിധത്തിലാണ് ഈ പരസ്യം. നല്ല നല്ല എഴുത്തുകാർ, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന എഴുത്തുകാരെല്ലാം എഴുതുന്നത് ഈ മാതൃഭൂമിയിലാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റ് മാസികളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ജനകീയ മുഖം, ഒരു സാംസ്കാരിക മുഖം ഈ മാതൃഭൂമിക്കുള്ളുണ്ടല്ലോ. അതെല്ലാം കളഞ്ഞു കുളിച്ച് നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളെ വായനക്കാരെ അപമാനിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത്തരം പരസ്യങ്ങൾ കാണിച്ചുകൊണ്ട്. ഇയാളുടെ ഒരു എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ ഈ ഒരു നാണക്കേട് മാറ്റിയെടുക്കാൻ പറ്റുമോ? സാംസ്കാരിക പ്രവർത്തകരുടെ അഭിമാനമായിട്ടാണ് മാതൃഭൂമി കാണുന്നത്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കാണുന്നത്. ഇത് മാതൃഭൂമി പത്രത്തിൻ്റെ ലെവലിലല്ല മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എന്നുള്ളത് നിങ്ങൾ മറന്നുപോയോ? ദയവ് ചെയ്ത് ഞങ്ങളുടെ സാംസ്കാരിക ബോധത്തെ നിങ്ങൾ ചോദ്യം ചെയ്യരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് വളരെ മോശപ്പെട്ട ഒരു നിലപാടായി പോയി എന്ന് കൂടെ പ്രതിഷേധം കൂടെ അറിയിച്ചു കൊടുക്കുന്നു.